അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയുമെല്ലാം മുന്നറിയിപ്പ് അവഗണിച്ച് ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ റഫേൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. ഗസയിലെ ഒരു സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 27ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ എത്ര കുട്ടികളുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരം ആക്രമണങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെയോ പലസ്തീന്റെയോ ആരോഗ്യ മന്ത്രാലയം ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിന് വഴിയൊരുക്കുന്നതായി US പ്രസിഡന്റ് ജോൺ ബൈഡൻ 3 ഘട്ടങ്ങളിലുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹമാസിന്റെ ഉന്മൂലനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെയാണ് ഈ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നത്. ഇതിനിടെ ആഴ്ചകൾ നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ അൽ-ഷിഫ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിന്ന് കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയതായി BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകം തന്നെ നിരവധി ആശുപത്രികളാണ് ഇസ്രായേൽ ആക്രമിച്ചു തകർത്തത്. പുതിയ ആക്രമണത്തിൽ സ്കൂൾ കോമ്പൗണ്ടിൽ ഹമാസിന്റെ നേതാക്കൾ തമ്പടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേലിന്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് അഭയം തേടിയവരാണ് സ്കൂളിലുള്ളതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗസയിലെ നുസറാത്തിലെ UN സ്കൂളിൽ ഹമാസിന്റെ കമാൻഡ് പോസ്റ്റ് ഉണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു കഴിഞ്ഞു. പലസ്തീനെതിരെയുള്ള യുദ്ധം ഇനിയും വിപുലീകരിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നും അതിനായി മധ്യ ഗസയിലെ പ്രദേശങ്ങളിൽ തങ്ങൾ നിയന്ത്രണം കടുപ്പിക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതിനിടെ ജെറുസലേമിൽ ആയിരക്കണക്കിന് ഇസ്രായേലികളാണ് നഗരത്തിലെ പലസ്തീൻ പ്രദേശങ്ങളിലൂടെ ഫ്ലാഗ് മാർച്ച് നടത്തിയത്. അറബികൾക്ക് മരണം എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിന് ആക്കം കൂട്ടുന്നത്. മുഹമ്മദ് മരിച്ചു, അറബികളെ കൊല്ലുക തുടങ്ങിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ പ്രകടനം നടത്തുന്നത്. 1967 യുദ്ധത്തിൽ ജെറുസലേം പിടിച്ചെടുത്തതിന്റെ ഓർമ്മ പുതുക്കൽ എന്ന പേരിൽ നടത്തിയ ഫ്ലാഗ് മാർച്ചിൽ നിരവധി ഇസ്രായേലികളാണ് പങ്കെടുത്തത്. മധ്യ ഗസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ 24 മണിക്കൂറിനിടെയുണ്ടായ ഇസ്രായേലി ബോംബാക്രമണങ്ങളിൽ 36 പേർ കൊല്ലപ്പെടുകയും 115 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണം ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. സമീപ നഗരമായ മാഗസി അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ ഉണ്ടായി. നിരവധി ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ കുഞ്ഞുങ്ങളുടെ എണ്ണവും കൂടി വരികയാണ്. ഇതിനകം തന്നെ ഒട്ടനവധി കുഞ്ഞുങ്ങൾ അനാഥരായി എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഇത് പോഷകാഹാരക്കുറവിലേക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും NGOകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാത്ത അന്തരീക്ഷത്തിലേക്കാണ് മിക്ക പലസ്തീനികളും കഴിഞ്ഞുകൂടുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത് ആളുകളുടെ ആരോഗ്യത്തെ ഭയാനകമായ രീതിയിൽ ബാധിക്കുമെന്നും NGO ആയ ഓക്സ്ഫാമും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വ്യാപകമായ പട്ടിണി നേരിടുന്ന പലസ്തീനികൾക്കുള്ള ഭക്ഷണത്തിൻ്റെയും മരുന്നുകളുടെയും മറ്റു സാധനങ്ങളുടെയും ലഭ്യതയെല്ലാം വീണ്ടും തടസ്സപ്പെടുത്തുകയാണ് ഇസ്രായേലിൻ്റെ പുതിയ ആക്രമണ പദ്ധതികൾ.